നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അമ്മേ, ദേ ഈ മരുന്ന് കഴിച്ചേ. എനിക്കിപ്പോ മരുന്നും മന്ത്രമൊന്നുമല്ല ആവശ്യം, ഒരല്പം മനസമാധാന. ദേ, നീ ഒറ്റ ഒരുത്തനാ അത് ഇല്ലാതാക്കിയത്. ഞാൻ എന്ത് ചെയ്തെന്ന് അമ്മ പറയുന്നത്? വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി അമ്മ സ്വയം ഉണ്ടാക്കിയ പ്രോബ്ലംസ് അതൊക്കെ. അതേടാ, മോൻ വഴിപിഴിച്ച് പോയാലേ പെറ്റമ്മ അതേപ്പറ്റി ആലോചിച്ച് സങ്കടപ്പെടാതെ എന്ത് ചെയ്യണം? കണ്ട പെണ്ണുങ്ങൾക്ക് വേണ്ടിയാണല്ലോ നീ എന്നെ തള്ളി പറഞ്ഞത്. അമ്മയെ ഞാൻ ഒരിക്കലും തള്ളി പറഞ്ഞിട്ടില്ല. അമ്മ പറയുന്നതൊന്നും അനുസരിക്കാതിരുന്നിട്ടുമില്ല. വേണ്ട വേണ്ട വേണ്ട, നീ എന്നെ പറഞ്ഞ് മയക്കാനൊന്നും നോക്കണ്ട. ഡാ, നീയല്ലേ ആ ദേവൂട്ടിയെ വേഷം മാറ്റി രാജീവിന്റെ വീട്ടിൽ കൊണ്ടുവന്നത്? എന്നെ പറ്റിക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനായിരുന്നു? അമ്മയ്ക്ക് അതൊക്കെ വെറുതെ തോന്നുന്നതാ. അത് ദേവൂട്ടിയല്ല, അത് രാജീവങ്ങളുടെ മോളെ ശ്യാമിലി തന്നെയാ. ആ, ഒരു ശ്യാമിലിയോ അല്ല, അതാ ദേവൂട്ടി തന്നെയാണെന്ന് എനിക്ക് 100% ഉറപ്പാ. ദേ, എന്നെ നീ ഇനിയും പൊട്ടിയാക്കാൻ നോക്കല്ലേ. അവൾക്കിങ്ങനെ ആൾമാറാട്ടം നടത്താൻ സകല സപ്പോർട്ടും ചെയ്തു കൊടുക്കുന്നത് നീയാണെന്നും എനിക്ക് നല്ലോണം അറിയാം. എന്തൊക്കെയാ ശ്രീതാനി പറയുന്നേ? താൻ വെറുതെ സന്ദീപിനെ തെറ്റിദ്ധരിച്ചിരിക്കുക. ദേവൂട്ടിയല്ല, അത് ശ്യാമിളി തന്നെയാ. ദേ തമ്പിയേട്ടാ, നിങ്ങളും കൂടി ഇവന് ഒത്താശ ചെയ്തു കൊടുക്കണ്ട. അല്ലെങ്കിലും ഇവന്റെ എല്ലാ തീരുമാനങ്ങൾക്കും സപ്പോർട്ട് ചെയ്ത് ഇവനെ വഷളാക്കുന്നത് തമ്പിയേട്ടനും അമ്മയും കൂടിയാ. ഞങ്ങളായിട്ട് ഇനി ഒന്നിനും പോകുന്നില്ല, പോരെ? ദേ, തനി മെഡിസിൻ കഴിച്ച് കഴിക്കുന്നേ. ഇനി താനൊന്ന് റിലാക്സ് ചെയ്യ്. വാ. മോനെ, നീ വിഷമിക്കണ്ട. ഒന്ന് ഉറങ്ങി എഴുന്നേക്കുമ്പോ അവക്ക് ഈ പിണക്കമൊക്കെ അങ്ങ് മാറും. അല്ല, നീ ഇതുവരെ ഉറങ്ങിയില്ലേ? ഇല്ല, അവിടുത്തെ കോലാഹലം കേട്ടപ്പോ ഉറങ്ങാനുള്ള മൂഡ് പോയി. അല്ല, അമ്മയുടെ മോനും ഇപ്പൊ ശത്രുപക്ഷത്തായോ? ആ, കാര്യങ്ങൾ ഏതാണ്ട് ആ രീതിയിലേക്കാ നീങ്ങുന്നത്. സന്ദീപിന്റെ അറിവോടെയാ ഇതൊക്കെ നടക്കുന്നതെന്നാ ഇപ്പൊ ശ്രീകളുടെ വിചാരം. ഒരു കണക്കിനത് നന്നായി. പൊന്നാരമോൻ ശത്രുപക്ഷത്താണെങ്കി നമ്മുടെ ജോലി കുറച്ചുകൂടി എളുപ്പമാവുമല്ലോ. അതെ അതെ. ആ, ദേ, ഇതിനൊക്കെ നന്ദി പറയേണ്ടത് ആ ഘോരയോടാ. അയാള് വിചാരിച്ചുകൊണ്ടാ ശ്രീകളയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അയാളുടെ ശക്തിയെക്കുറിച്ച് പറഞ്ഞു കേട്ടപ്പോ ഞാൻ ഇത്രയ്ക്കൊന്നും കരുതിയില്ല. ആള് കേമൻ തന്നെ. ശരിയാ, ഡാഡി പറഞ്ഞപ്പോ ആദ്യം എനിക്കും ഇതിൽ വലിയ വിശ്വാസം ഇല്ലായിരുന്നു. പക്ഷെ എത്ര പെട്ടെന്ന് ശ്രീലാമ്മ ഇങ്ങനെ ആയത്. അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. ഘോരയെ വിളിച്ച് ഇവിടുത്തെ കാര്യങ്ങൾ വിശദീകരിക്കണം. അല്ല,
അതിനയാളെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാൻ നമ്മുടെ കയ്യിൽ മാർഗമൊന്നുമില്ലല്ലോ. ആ വിക്രമനെ വിളിക്കാം. അയാള് ഘോരയുടെ അടുത്തുണ്ടാവും മിക്ക സമയത്തും. ആ ആ തമ്പി സാറാ വിളിക്കുന്നത്. ഹലോ. ആ വിക്രമ, താനിപ്പോ എവിടെയുണ്ട്? ഞാനിവിടെ കാട്ടില്ല, ഘോരയുടെ അടുത്താ. എന്തായി അവിടുത്തെ കാര്യങ്ങൾ? ഇവിടെയെല്ലാം ഘോര പറഞ്ഞ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. എനിക്ക് ഘോരയോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ? ഒരു മിനിറ്റ്. തമ്പി സാറിനൊന്ന് സംസാരിക്കണമെന്ന്. പറഞ്ഞോളൂ. അങ്ങ് പറഞ്ഞ പോലെ സ്ത്രീകൾക്കിപ്പോ മാനസികമായ ചില പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. എല്ലാം നമ്മൾ വിചാരിച്ച വഴി വരുന്നുണ്ട്. അതിന്റെ ഒരു സന്തോഷം ഘോരയോട് നേരിട്ട് പറയണമെന്ന് തോന്നി. ഒരുപാട് സന്തോഷിക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ല തമ്പി. ഭാര്യയുടെ വിഭ്രാന്തി മാറാൻ മകനും അവരുടെ അമ്മയും മനമുരുകി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന നമുക്ക് ദോഷം ചെയ്യും. അല്ല, നിങ്ങൾ പരിഭ്രമിക്കണ്ട. അവരുടെ പ്രാർത്ഥന ഫലം കാണാതിരിക്കാൻ വേണ്ടതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ശ്രീകല ഇനി ഒരിക്കലും പൂർവസ്ഥിതിയിലാകാതിരിക്കാനുള്ള വഴി എനിക്കറിയാം. ഒരു പ്രാർത്ഥനയും അവരെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കാൻ പോകുന്നില്ല. പിന്നെ നിങ്ങൾ ധൈര്യമായിരിക്കൂ. ആ ശരി. എന്തായി ഡാഡി? ഒരു കുഴപ്പമില്ല, എല്ലാം ഘോര നോക്കിക്കോളും. അമ്മയുടെ അവസ്ഥ വല്ലാതെ കോംപ്ലിക്കേറ്റഡ് ആയി വരികയാണല്ലോ. ഇങ്ങനെ പോയാൽ ഏതെങ്കിലും സൈക്കാട്രിസ്റ്റിനെ കൺസൾട്ട്